എത്രയൊക്കെ നന്മയോടെ നിന്നാലും കൂടെ നിൽക്കേണ്ടവരിൽ ചിലർ നിന്നെ അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ചിലപ്പോൾ നിന്റെ അറിവിൽ പോലുമില്ലാത്ത കുറ്റങ്ങൾ ചാർത്തുകയും എന്തു പറഞ്ഞാലും നിന്നെ കേൾക്കാനും വിശ്വസിക്കാനും ആരുമില്ലാത്ത അവസ്ഥയും ഉണ്ടാകാം. ശത്രുതാ മനോഭാവത്തോടെയുള്ള അവരുടെ പെരുമാറ്റ രീതികളിൽ മാനസികമായി തളർച്ച ബാധിക്കുകയോ ചില സാഹചര്യങ്ങളിൽ നിയന്ത്രണം വിട്ട് നീ പ്രതികരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ അതൊക്കെയും കൂടുതലായി നിന്നെ വിമർശിക്കുവാനുള്ള കാരണമായി മാളുകയും ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നീ ശ്രദ്ധിക്കേണ്ടത് നിനക്ക് ചുറ്റിലുമുള്ള വിമർശകരെയല്ല, അവരുടെ ശ്രദ്ധ നിന്നിലേക്കും നിന്റെ ശ്രദ്ധ അവരിലേക്കും പതിപ്പിച്ച് സ്വയം മറസൃഷ്ടിച്ച സന്തോഷത്തിൽ കഴിയുന്ന അദൃശ്യ സാന്നിധ്യമായി നിലനിൽക്കുന്ന വ്യക്തിയെ, നിന്നെയും നിന്റെ വാക്കുകളിലെ സത്യത്തിനെയും ഭയപ്പെടുന്ന അയാൾ സ്വന്തം കുറ്റങ്ങളെ മറയ്ക്കുവാനും നിന്റെ ചോദ്യങ്ങളെ ഇല്ലാതാക്കുവാനും കണ്ടെത്തിയ മാർഗമാണിത്. അതിനാൽ രണ്ട് വശത്തും ഒരേപോലെ നിറസാന്നിധ്യമായി നിൽക്കുന്നവരോട് നിന്നെ വിമർശിക്കുന്നവരെക്കുറിച്ചുള്ള പരാധീനതകൾ സംസാരിക്കാതിരിക്കൂ.